ട്രൈ ചെയ്താൽ ഒരിക്കലും നടക്കില്ല എന്ന് അറിയാം. എന്നാലും എനിക്ക് പാട്ട് പാടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഡാൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു താളബോധം ഉണ്ട്. ഞാൻ 5-8 വർഷം പാട്ട് പഠിച്ചതാണ്. നമുക്ക് താളത്തിനൊപ്പം പാടാൻ പറ്റും. പക്ഷെ ഈ ശബ്ദം എന്ന് പറയുന്ന സാധനം പിച്ചും നമുക്ക് വേണമെങ്കിൽ അത് പാടി വെക്കാം. ഉള്ള സ്നേഹം പോയി പോവും. നോ. ഫുൾ ലെങ്ത് ഡാൻസർ ആയിട്ട് ഒരു ഡാൻസർ ക്യാരക്ടറായിട്ട് ചെയ്യാത്ത എന്താ? നൃത്തം ശരിക്ക് ഒരു താളബോധം ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു എത്ര മികച്ച നർത്തകിയാവുന്നുള്ളതല്ല, പക്ഷെ നമുക്ക് കളിക്കണമെങ്കിൽ ചെയ്തെടുത്താം. ജന്മജ്ഞാനം തന്നെ വേണം അതിൽ. കോളേജിൽ ഇനോഗ്രേഷൻ വന്ന സമയത്ത് എങ്കിൽ പ്രിൻസിപ്പൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വിമൻസ് കോളേജാണ്. സാറ് പറഞ്ഞു അന്ന് ഇവരുടെ കല്യാണം ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയമാണ്. പാർവതി ജയറാം കല്യാണം കഴിക്കുമോ, ജയറാം പാർവതിയെ കല്യാണം കഴിക്കുമോ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ പാർവതിയെ കല്യാണം കഴിക്കുമെന്നല്ലേ എന്ന് പറയില്ല. ഞാൻ കസേരയുടെ അടിയിലേക്ക് പോയി സാർ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഭൂമി വിളർന്ന് താഴോട്ട് വരുന്നെങ്കിൽ. കണ്ണൻ നല്ല മോനാ. നല്ല മോൻ എന്ന് വെച്ചാൽ ഒരാളെ കാണുമ്പം കണ്ണൻ പെരുമാറുന്നതും അവരോട് സംസാരിക്കുന്നതും ഹി ട്രീറ്റ്സ് എൻ്റയർ ഒരു ക്രൂവിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന രീതിയിൽ വെരി കൺസിഡറേറ്റ്, ബഹുമാനം തോന്നിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ കണ്ണനോട് ചോദിക്കും, ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനും അതിലെ ആക്ടേഴ്സിനും ഒക്കെ ഒരുപാട് ആശകളുണ്ടാവും. ഇത് കാണുന്ന നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്കും ഒരുപാട് ആശകളുണ്ടാവും. പക്ഷേ ആശകൾ 1000 എന്ന സിനിമയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരൊറ്റ ആശയുള്ളൂ. ആ ആശയാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിലുണ്ട്. അപ്പോൾ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു സോ മച്ച്. ഇൻട്രോ തകർത്തു. പക്ഷെ അതിലുള്ളത് ഒരു ആശയാണ്. പക്ഷെ ആശ ഹരിഹരനാണ്. അതും ആശയാണ്. ആണോ? കഥാപാത്രം ആശയാണ്. അതില് പേരും ആശയാണ്. അപ്പൊ അതിൽ ഇപ്പൊ പറഞ്ഞത് ലിറ്ററലി കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ. ആശകൾ 1000 പറ്റി പറയുമ്പോ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഗ്ലിംസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിണ്ട്. ഈ അത് കാണുമ്പോ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് ഇവര് തിരിച്ചു വന്നല്ലോ, ഈ അച്ഛൻ മകൻ കോംബോ തിരിച്ചു വന്നല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ അട്രാക്ഷൻ. പിന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ കാണുമ്പോൾ നമുക്ക് മറ്റേ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഒരു ലുക്കൊക്കെ തോന്നുന്നു. അതായത് തിലങ്കജേട്ടനും ജയറാമേട്ടനും കൂടിയുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ടായിരുന്നു. കാളിദാസനെ കാണുമ്പോൾ പഴയ അപരനിലൊക്കെയുള്ള ജയറാമേട്ടന്റെ ഒരു ലുക്ക് ഉണ്ട് ഇല്ലേ? പക്ക. ഈ സാധനം ആദ്യം ആശിച്ചിലേക്ക് വരുമ്പോൾ ആശിച്ചിയുടെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത സിറ്റുവേഷനാണ് പെട്ടെന്ന് ആദ്യം ഓർത്തത്. കാര്യം അതിലിങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നു, ഇങ്ങനെ മദ്യപിച്ചിട്ട് വരുന്നു, ഇങ്ങനെ ഡോറ് തുറക്കുന്നു, അമ്മയും മോളും ഉണ്ട്, സൂര്യാന മോള് ഉണ്ട്, ഇങ്ങനെ നടന്നു പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഡയലോഗ് വരുന്നു എന്നുള്ള. പക്ഷെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കുന്ന രീതിയിൽ. അപ്പൊ റൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ജയറാമേട്ടൻ അപ്പൊ പറഞ്ഞോളാൻ റൈറ്റ് അത്ര പോലും വഴി. ജയറാമേട്ടൻ ഇട്ട ഡയലോഗാണ് എന്നോട്, പറയൂ അങ്ങനെ റൈറ്റ്. അങ്ങനെയാണ് റൈറ്റ് എന്ന് പറഞ്ഞു. അതിന് തിരിച്ചു വന്നു. എടുത്തപ്പോ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും ഒരു ഹിറ്റ് അല്ലെ? ഫസ്റ്റ് ഗ്ലിംസിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഹൈ എക്സ്പെക്ടേഷൻ ആയി പോയി. ഈ ഫസ്റ്റ് ഗ്ലിംസ് ഇറങ്ങി കഴിഞ്ഞിട്ടേ ഇതിൽ വന്ന കുറെ ആൾക്കാർ കമന്റുകളും കുറെ ആൾക്കാർ മെസ്സേജും ഒക്കെ ഇട്ടുണ്ടാവല്ലോ. വന്നതിൽ ദൈവമേ ഇതിപ്പോ വൻ എക്സ്പെക്ടേഷൻ ആയി പോയല്ലോ എന്നൊരു ഫീൽ വന്നായിരുന്നോ? മോർ ദാൻ ദാറ്റ് ഓഫ് കോഴ്സ് ഒരു സിനിമ വരുമ്പോൾ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ആ തലത്തിലേക്ക് സിനിമ എത്തണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണുള്ളത്. പക്ഷെ ഒരുപാട് പേര് റിലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് വീടുകളിൽ ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്തു. ഞാൻ ഇവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ജയറാമേട്ടനോടും കണ്ണനോടും കാളിദാസിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന്. ആദ്യം കണ്ണനോട് ചോദിച്ചു. കണ്ണൻ എന്ന് പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. ജയറാമേട്ടൻ വന്നപ്പോൾ ഞാൻ ജയറാമേട്ടൻ ഇങ്ങനെ കുറച്ചുകൂടെ മേലെ പറഞ്ഞു. അപ്പൊ ഷുവറായിട്ടും എനിക്ക് പകരം അവിടെ പാർവതി അശ്വതി ആയിരിക്കും നിന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ സീൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ലായിരുന്നു ഇതിൽ അഭിനയിക്കേണ്ടിയിരുന്നത്, ശരിക്കും പാർവതി ആയിരുന്നു ഇതിൽ അഭിനയിക്കേണ്ടിയിരുന്നത്. എന്നാൽ കറക്റ്റ് ആയതിനെ അച്ഛനും മൂന്നും ഇങ്ങനെ പറഞ്ഞിരുന്നു, തമാശയ്ക്ക് പറഞ്ഞു എന്ന് പറയാം. ഇത് പക്ഷെ ആ ഫ്രെയിമൊക്കെ കാണാൻ, പോസ്റ്ററിലൊക്കെ നിങ്ങളുടെ ഫ്രെയിമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ കോള് വരുമ്പോഴേ, ആശകളായിരത്തിന്റെ കോള് വരുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിന്റെ സ്ക്രിപ്റ്റ് ഓഫ് കോഴ്സ് ഒരു പാർട്ടാണ്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? നോക്കി ചെയ്യാം എന്ന് തീരുമാനിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? എനിക്ക് ആദ്യം തന്നെ ഫസ്റ്റ് നമ്മളെ ഒരു ടീം നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും.
പ്രത്യേകിച്ച് ജൂഡും ആണ് എന്നോട് സ്ക്രിപ്റ്റ് പറയാൻ വന്നത്. ജൂഡും പ്രജിത്തേട്ടനും ജൂഡും കൂടി ഇരുന്ന് പറയുമ്പോൾ തന്നെ ജൂഡിന്റെ സിനിമകൾ എനിക്കറിയാം. പ്രജിത്തേട്ടന്റെ വടക്കൻ സെൽഫി നമ്മളൊക്കെ ഭയങ്കര സിനിമയാണ്. അപ്പോൾ ആ ഒരു ടീം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പ്രൊഡക്ഷൻ കമ്പനി ഗോകുലും കൂടെ ആകുമ്പോൾ അവർ നോക്കി കണ്ടും സിനിമകൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ അവരെടുത്തപ്പോൾ എന്തുകൊണ്ട് അറിയാം. അത് മാത്രമല്ല, ഇതിന്റെ പുറകിലുള്ളത് ഇവർ രണ്ടുപേരുമാണല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ജയറാമേട്ടൻ എന്നുള്ള ഒരു സന്തോഷം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ചെറുതിലേ മുതൽ കണ്ടിട്ടുള്ള ആളാണ്. നമ്മളൊക്കെ ഒരു സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞ് നോക്കി നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അഭിനയിക്കുന്നു, കണ്ണൻ അഭിനയിക്കുന്നു. എല്ലാം കൊണ്ടും എനിക്കൊരു വളരെ പെട്ടെന്ന് ഓക്കെ പറയണമെന്ന് തോന്നിയൊരു ചിത്രമാണ്. ഈ ജയറാമേട്ടനെ കാര്യം പറഞ്ഞപ്പോഴേ, നിങ്ങൾ നാട്ടുകാരാണ്, ഞാൻ പുറകെ നടന്ന് എന്റെ ചെരുപ്പൊക്കെ തേഞ്ഞുണ്ട് എന്നൊക്കെ ഒരു കഥ ജയറാമേട്ടൻ അടിച്ചു വിട്ടിരുന്നു. ജയറാമേട്ടൻ പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചുമ്മാ ഇവരൊക്കെ കഥ ഉണ്ടാക്കാൻ ഫസ്റ്റ് ആണല്ലോ. ഇപ്പൊ ജയറാമേട്ടൻ, മുകേഷ് ചേട്ടൻ, ഇവരൊക്കെ കഥകളുടെ ആൾക്കാരാണ്. ഇത് വെറുതെ ഒരു കഥ ഉണ്ടാക്കിയതാണ്. കാര്യം ജയറാമേട്ടൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുകയാണ്. അതായത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ജയറാമേട്ടൻ വലിയ സ്റ്റാറാണ്. അപ്പോൾ ജയറാമേട്ടനെ വിളിച്ച് ഞാൻ എൻ്റെ കോളേജിൽ കൊണ്ടുപോയിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആർട്സ് ക്ലബ്ബ്. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. എൻ്റെ അതേ കോളേജിലാണ് മഞ്ജു ജയറാമേട്ടൻ അനീതി പഠിച്ചിരുന്നു. കോളേജിൽ പോയിരുന്നു ഒക്കെ. അപ്പോൾ അതൊക്കെ ജയറാമേട്ടനെ അറിയുകയും ചെയ്യാം. അപ്പം എനിക്ക് ആ വർഷത്തെ അവാർഡ് തന്നത് ജയറാമേട്ടനായിരുന്നു, കുങ്കുമപ്പൂവിലെ അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ പെരുമ്പാവൂരല്ലേ എന്ന്, എനിക്കൊരു രഞ്ജിനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് തോന്നിയ ഒരു കഥ മാത്രമാണത്, അല്ലാണ്ട് അതിലൊരു വാസ്തവമില്ല. ശരിക്കും ഞാനും ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ എന്നോട് ചുമ്മാ ഞാൻ ജയറാമേട്ടൻ, അപ്പൊ തന്നെ ഞാൻ സ്റ്റേജിൽ പറഞ്ഞത് ജയറാമേട്ടൻ തമാശ പറഞ്ഞാണ്. ഞാൻ അപ്പൊ തന്നെ പറയുകയും ചെയ്തു, ഒരു തമാശയാണ്, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മള് മലയാളികൾക്കുള്ള സൂപ്പർ സ്റ്റാർസിൽ ഒരാളാണല്ലോ ജയറാം എന്ന് പറയുന്നത്. എത്ര സിനിമകളാണ്. അതെ, അപ്പം ആള് പെരുമ്പാവൂരുകാരനാണ്. ആളുടെ സ്റ്റാർഡും കണ്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. പെരുമ്പാവൂരിന്റെ രോമാഞ്ചമായ ജയറാം എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സീൻ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സംസാരിച്ചിരുന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഫുൾ ഞങ്ങൾ ലൊക്കേഷനിൽ സാധാരണ ഇവര് പണ്ടത്തെ സിനിമകളുടെ കാര്യമൊക്കെയാണല്ലോ പറയണ്ടാവുക എല്ലാവരും. ഞാനും ജയറാമേട്ടനും പറഞ്ഞു തീരാത്തത് പെരുമ്പാവൂർ കഥകളാണ്. കാര്യം ഞങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഓരോ മുക്കും മൂലയും, ഓരോ വീട്ടിലെ ആൾക്കാരും, അവിടുത്തെ എല്ലാവരുടെയും നിക് നെയിംസും, ശരിക്കുള്ള പേര് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടിലുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ജയറാമേട്ടൻ്റെ നാട്ടിൽ നിന്നുള്ള ആനക്കഥയുടേതും, ഞങ്ങളുടെ ഫൈൻ ആർട്സ് സൊസൈറ്റിയും, ഞങ്ങൾ പഠിച്ച സ്കൂളുകളും, ഇങ്ങനെ പറഞ്ഞു തീരില്ല. അത്രയും കഥകൾ ജയറാമേട്ടനും പറയാനുണ്ട്, എനിക്കും പറയാനുണ്ട്. അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സിനിമ അവസാനിക്കും വരെ ഇപ്പോഴും നമ്മൾ കണ്ടാൽ പെരുമ്പാവൂർ വിശേഷങ്ങളായിരിക്കും പറയണ്ടാവുക. അപ്പുറത്തെ ശ്രീചേട്ടൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇന്ന ടീച്ചറിൻ്റെ കാര്യം, മറ്റേ സ്വാമിയില്ലേ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം, ഇങ്ങനെ പറഞ്ഞു തീരാത്ത കഥകളായിരുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് പെരുമ്പാവൂർ എൻജോയ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതിന്റെ ഇടയിൽ ജയറാമേട്ടന്റെ വക പഴയ സിനിമയിലെ കഥകളൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ സിനിമയുടെ കഥകളൊക്കെ പറഞ്ഞു എങ്കിലും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് പെരുമ്പാവൂർ കഥകളാണ്. പെരുമ്പാവൂർ കഥകൾ, അവിടുത്തെ കഥകൾ ഇവർ പഠിച്ച കോളേജിൽ, ഞങ്ങൾ രണ്ടൊരു കോളേജിലാണ് പഠിച്ചത്. പക്ഷെ അദ്ദേഹം ഇറങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ കഥകൾ പഠിപ്പിച്ച സാറന്മാർ, ഇങ്ങനെയൊക്കെ തന്നെ. സിനിമയുടെ ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പൊ കണ്ടപ്പോൾ നിങ്ങളെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ എനിക്ക് അനുരാഗ കരിക്കുമ്പളത്തിന്റെ ഒരു ലുക്കൊക്കെ കിട്ടി. അനുരാഗ കരിക്കുമ്പളത്തിൽ ഒരു കോംബോ പോലെ ഒരമ്മ, അച്ഛൻ, മോന്, മോള്, ഈ ഒരു ഫീലൊക്കെ. ചേച്ചിക്ക്, അതായത് ഇപ്പൊ നമ്മൾ താഴ്ത്തിരിക്കും പറഞ്ഞു, ചേച്ചി സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കുന്നത്. ചേച്ചിക്ക് സിനിമ എല്ലാം കഴിഞ്ഞ് കാണുമ്പോഴല്ലോ ചേച്ചിക്ക് കിട്ടുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ ആ സിനിമ പോലെ ഒരു സിനിമ എന്ന് പറയാനാണെങ്കിൽ ഏത് സിനിമയാ പറയാ? അനുരാഗ കരിക്കിൻ വെള്ളം പോലത്തെ സിനിമയല്ല. കാര്യം അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എൻ്റെ കഥാപാത്രം ഒരു പാവാണ്. ഇതും ഒരു പാവാണ്, പക്ഷെ മറ്റേത് പഞ്ചപാവാണ്. അതെ, ഭർത്താവിനെ കാണുമ്പോൾ പേടിക്കുക, വായിലിട്ട് കോലിട്ട് കുത്തിയപ്പോൾ മിണ്ടാത്തൊരു ഭാര്യ. ഇത് അങ്ങനത്തെ അല്ല. ഇത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പിള്ളേരുടെ ഒരു അമ്മയാണ്, ജെൻസി കിഡ്സിന്റെ അമ്മയാണ്, അച്ഛനാണ്. ആ ഒരു 2 ജനറേഷനുള്ള ആൾക്കാര് ഇന്ന സിനിമ പോലെ എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയല്ല. പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ ഒരു അച്ഛനെ എന്തായാലും കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ ഒരു അമ്മയും കണ്ടിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരുടെ ഫ്രണ്ട്സ് ഉണ്ട്, മക്കളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ 2 തലത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങളുടെ കഥ പറയുന്നതാണ്. പിന്നെ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു സിനിമ പോലെ ഒരു സിനിമ എന്ന് പറയാൻ പറ്റുന്ന സിനിമയല്ല. ഒരു സിനിമയുടെ റെഫറൻസ് ഒന്നും വരില്ല. അനുരാഗ കരിക്കിൻ വെള്ളം പോലത്തെ ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടു, അങ്ങനെയല്ല. കാര്യം രഘുവും സുമയും തമ്മിലുള്ള, ബിജു ഞാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പോലെയല്ല ഹരിഹരനും ആശയും തമ്മിൽ. മക്കളായിട്ട് ഇപ്പം ആസിഫിന്റെ കഥാപാത്രം ചെയ്തത് പോലത്തെ കഥാപാത്രമേ അല്ല കാളിദാസ്. എല്ലാം വ്യത്യാസമാണ്, എല്ലാം ടോട്ടൽ ഡിഫറെന്റ്. ഇപ്പൊ പേര് ആശ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ആശകൾ 1000-ല് ആശയെ ബേസ് ചെയ്തിട്ടാണോ കഥ പോകുന്നത്? അങ്ങനെയുണ്ടോ? അല്ല, ഇത് ടോട്ടൽ ഒരു വീടാണ്. ആശയുടെയും ഹരിഹരന്റെയും
അജീഷിൻ്റെയും മോളുടെയും ഈ 4 പേര് ചേർന്ന ഒരു വീടാണ്. അതാണ് ആ ഒരു അതിലത്തെ മെയിൻ ആളുടെ പേര് അമ്മയുടെ പേര് എൻ്റെ പേര് ആശ എന്നാണ്, അച്ഛൻ്റെ പേര് ഹരിഹരൻ എന്നാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആശകൾ 1000 അല്ലേ? ആശകൾ എന്ന് പറഞ്ഞാൽ മോഹങ്ങൾ, ഹോപ്പാണല്ലോ, പ്രതീക്ഷകളാണല്ലോ. അത് യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഡ്രീംസ്. എനിക്കുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവും. അതിന്റെ തലങ്ങൾ എത്രയാന്നുള്ളത് ചിലർക്ക് ചിലപ്പോൾ നാളെ എന്താ പറയുക എവറസ്റ്റ് കയറണം എന്നായിരിക്കാം, ചിലർക്ക് നല്ലൊരു ബിരിയാണി കഴിക്കണം, അതൊക്കെ ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളാണ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്നെ പെരുമ്പാവൂർ അപ്സരയെ പോയിട്ട് ഞങ്ങൾ സംസാരിക്കും, പെരുമ്പാവൂർ അപ്സരയിലത്തെ ബിരിയാണിയിൽ ചേരാൻ കേട്ടോ, അപ്സരയിലത്തെ ബിരിയാണിയല്ലേ എത്ര നാളെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവല്ലോ അവിടുത്തെ ബിരിയാണി. അപ്പൊ ആശ അമറിലെ അപ്പൊ ഞാൻ പറഞ്ഞു അമറിലെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ വേറെ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ സഫേർ, അല്ലല്ല സഫേർ ഒന്നുമല്ല. അങ്ങനെ റെസ്റ്റോറൻറ്റ്സ്, ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഓരോരുത്തരുടെ പ്രതീക്ഷകൾ ഞാൻ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഓക്കെ അപ്സരയിൽ ബിരിയാണി കഴിക്കണം എന്ന് തോന്നാ. ഇതൊക്കെ ഓരോരുത്തരുടെ മോഹങ്ങളാണ്. അത് മോഹങ്ങൾക്ക് ഓരോ തലങ്ങളാണ്. ദാറ്റ് ഇസ് ഇറ്റ്. ആശകൾ 1000 ആണ് ഓരോരുത്തരും. ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പൊ ഡാൻസ് ചെയ്യണ്ട്, അഭിനയിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഈ പരിപാടികളൊക്കെ ചെയ്യണ്ടല്ലോ. ഇതൊന്നും അല്ലാണ്ട് ഒരു സാധനം കൂടെ ട്രൈ ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? ട്രൈ ചെയ്താൽ ഒരിക്കലും നടക്കില്ല എന്ന് അറിയാം, എന്നാലും അതൊരിക്കലും സംഭവിക്കില്ല. എന്നാലും എനിക്ക് പാട്ട് പാടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം, പക്ഷെ പാടാൻ ഒരു കഴിവില്ല. അല്ല, ബേസിക്കലി ഡാൻസ് അങ്ങനെ പറയില്ലേ, ഡാൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു താളബോധം ഉണ്ട്. താളബോധം ഉണ്ട്. താളം ഒപ്പിച്ച് നമുക്ക്, ഞാൻ 5-8 വർഷം പാട്ട് പഠിച്ചതാണ്, നമുക്ക് താളത്തിനൊപ്പം പാടാൻ പറ്റും. പക്ഷെ ഈ ശബ്ദം എന്ന് പറയുന്ന സാധനം പിച്ചും ഹൈ പിച്ചും ലോ പിച്ചും നമുക്ക് പാടി വെക്കാം, ഞങ്ങൾ റേറ്റ് ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, ഉള്ള സ്നേഹം പോയി പോകും. ഒന്നും ശ്രമിച്ചിട്ടില്ല പാടാന്ന് വെച്ചാൽ. ഞാൻ പഠിപ്പിക്കുമ്പോ പാടുമല്ലോ, പക്ഷെ പാട്ട് കേട്ട് പിള്ളേര് ഞെട്ടിപ്പോകുന്നല്ലാതെ വേറൊന്നും സംഭവിക്കാറില്ല. ഞാൻ പഠിപ്പിക്കുമ്പോ പാടും, പക്ഷെ പാട്ടെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ല, കഴിവില്ലാത്ത, അത് ജന്മജ്ഞാനത്തിൽ സംഭവിക്കുന്നത്. നൃത്തം ശരിക്ക് ഒരു താളബോധം ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. അതിന്റെ ഒരു എത്ര മികച്ച നർത്തകിയാവുന്നുള്ളതല്ല, പക്ഷെ നമുക്ക് കളിക്കണമെങ്കിൽ ചെയ്തെടുത്താം. ഒരു ഋതം പിടിക്കാൻ പറ്റും, 1 2 പിടിക്കാൻ പറ്റും, ഡാൻസ് പഠിപ്പിക്കാം, കുറച്ചൊക്കെ അഭിനയിപ്പിക്കാം, അഭിനയം എക്സ്പ്രഷൻ പറഞ്ഞു കൊടുത്ത്. പാട്ട് ജന്മജ്ഞാനം തന്നെ വേണം. അതിൽ നടക്കില്ല എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മനസ്സിൽ ചിത്ര ചേച്ചി പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ പാട്ടൊക്കെ പാടും, പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. വീട്ടിൽ വേറെ ആരെങ്കിലും പാടോ? ശരത്തേട്ടനോ കുട്ടികളോ? അങ്ങനെ അവരും പാടുപെടും. പാടൂല, ആരും പാടൂല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എതിരാളികളില്ല. അത് കണ്ട് കൊതിക്കണം എന്നുള്ളൊരു സ്ഥലം. ഇപ്പൊ നമ്മുടെ സിനിമയുടെ പേര് ആശകളായിരുന്നാണല്ലോ. ഇപ്പൊ ആഗ്രഹമുള്ള തലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ആശകളായിരം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന, ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു ആശയം എന്താ? ഇനി പാട്ടുപോലെയല്ല, ചെയ്താൽ ശരിയാകുമായിരിക്കും, ശ്രമിച്ചു നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനം. എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം എനിക്ക് അതെന്താ, നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ശ്രമിച്ചുകൂടാ എന്ന് പറയണ ചിന്തിക്കുന്ന ഒരാളാണ്. ട്രൈ ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഡ്രൈവിങ് എനിക്ക് ഭയങ്കര പേടിയാണ്, ഡ്രൈവ് ചെയ്യാറില്ല. ഡ്രൈവിങ് ഇഷ്ടമൊക്കെയാണ്. എന്നാൽ ദുബായ് ലൈസൻസും ഇന്ത്യയിലെ ദുബായ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടിയിട്ടൊക്കെ ഉള്ള ഒരാളാണ്, ഓടിക്കും. പക്ഷെ അങ്ങനെ ഒരു ശ്രമം, അതിന് വേണ്ടിയിട്ടൊരു ശ്രമം ഉള്ളിലൊരു ഫിയർ ഉള്ളത് കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ആ സമയത്ത് ഒരു ധൈര്യത്തിൽ ഓടിച്ചിട്ടുണ്ട്. കറക്റ്റ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ധൈര്യക്കുറവും, പിന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ തീരെ പ്രോത്സാഹിപ്പിക്കില്ല. കാര്യം അവർക്ക് എന്നോട് തമാശയ്ക്ക് പറയും, ഈ പടത്തിൽ കാണുന്നതിനേക്കാളും നേരെ കാണുന്നതാണ് ബെറ്റർ, അതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തും എല്ലാവരും. എന്നാൽ ശരത്തേട്ടനും അമ്മും പങ്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കേണ്ട അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല. ലൈസൻസും ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എന്തായാലും വണ്ടി 2 വീലർ ഞാൻ ഓടിച്ചിരുന്നു കോളേജ്, എനിക്ക് നല്ലോണം ഓടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴൊക്കെ വർഷങ്ങളായിട്ട് ഓടിക്കാറില്ല. പക്ഷെ അത് തിരിച്ചു പിടിക്കണം. ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയിലെ അഭിനയമല്ലാതെ വേറെ ഏതെങ്കിലും പരിപാടി പിടിക്കണമെന്നുണ്ടോ? അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണില്ല. അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴും ആശ്ചര്യ കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു ഫുൾ ലെങ്ത് ഡാൻസർ ആയിട്ട്, ഒരു മെയിൻ ഒരു ഡാൻസർ ക്യാരക്ടറായിട്ട് ചെയ്യാത്ത എന്താ? വിളിക്കണ്ടേ? ജയരാജ് സാറ് ചെയ്യാം എന്നിങ്ങനെ കുറെ നാളായിട്ട് പറയുന്നുണ്ട്. ഞാൻ സാറിന്റെ വിളിയും കാത്തിരിക്കുകയാണ്. അങ്ങനെ ആഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ് ഒരു മുഴുനീള നൃത്തമുള്ള കഥാപാത്രമൊക്കെ കിട്ടിയ നല്ല രസം ഉണ്ടാവും. സത്യം, അത് ഭയങ്കര രസമായിട്ട് ചെയ്യാനും പറ്റൂലോ. നമുക്ക് നൃത്തം ചെയ്യാന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ തൊഴിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടിയ സന്തോഷമാണ്. പക്ഷെ അത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല.
ഈ 10 വർഷത്തെ റേഡിയോ കാലഘട്ടം ഉണ്ടല്ലോ, റേഡിയോ ഏഷ്യയിലെ കാലഘട്ടം, ഈ 10 വർഷത്തെ റേഡിയോ കാലഘട്ടം അല്ലാണ്ട് ഇപ്പൊ തിരിച്ച്, അതായത് റേഡിയോ ഏഷ്യയിലേക്ക് എപ്പോ ചെന്നാലും അവിടെ സീറ്റ് വെച്ചിട്ടേക്കണം എന്നല്ലേ പറഞ്ഞേക്കണേ, കസേര, ശരത് എഴുതിയേക്കുന്ന കസേര എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കസേരയിലേക്ക് തിരിച്ച് ചെല്ലാൻ ഒരു ചാൻസ് കിട്ടുന്നു. ആൻഡ് തിരിച്ച് റീ എൻട്രിയുടെ സമയത്ത് യുവർ ഫസ്റ്റ് ഗസ്റ്റ് ഇസ് ജയറാമേട്ടൻ. ഓക്കെ, ആൻഡ് കാളിദാസ്. ഈ സിനിമയുടെ പ്രൊമോഷൻ തന്നെയാന്ന് വിചാരിക്കും. വാട്ട് വിൽ ബി യുവർ ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് ദം? രണ്ടുപേരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം ഇത്രയും ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ അഭിനയിച്ച് വന്നേക്കാണല്ലോ. അപ്പൊ രണ്ടുപേരോട് ഓരോ ചോദ്യം ചോദിക്കണം. അല്ല, അവരൊരു പേഴ്സണൽ ക്വസ്റ്റ്യനാ ചോദിക്കുന്നെങ്കിൽ ജയറാമേട്ടൻ എന്ന് പറയുന്ന അച്ഛൻ എങ്ങനെയാണ്? ഇപ്പൊ നടനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അച്ഛൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, അതെങ്ങനെയായിരുന്നു എന്ന് ചോദിക്കും. ജയറാമേട്ടനോട് തീർച്ചയായിട്ടും ചോദിക്കും. കണ്ണനോട് ചോദിക്കും. കണ്ണൻ നല്ല മോനാ. നല്ല മോൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പുതിയൊരു ഒരാളെ കാണുമ്പം കണ്ണൻ എക്സ് ഓർ വൈ ഹൂ എവർ ഇറ്റ് ഇസ് പെരുമാറുന്നതും അവരോട് സംസാരിക്കുന്നതും, പിന്നെ ഹി ട്രീറ്റ്സ് എൻ്റയർ ഒരു ക്രൂവിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, കൂടെ അഭിനയിക്കുന്നവരെ, അതൊക്കെ നമുക്കിങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ പഴയ ജനറേഷൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടില്ല, നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന രീതിയിലാണ്. വെരി കൺസിഡറേറ്റ് ആൻഡ് വളരെ അഫെക്ഷനേറ്റ് ആണ്, വളരെ വാംത്തോടു കൂടിയാണ് കാര്യങ്ങൾ കാണുക. സോ അതെനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ കണ്ണനോട് ചോദിക്കും, ഫ്രം വേർ ഈ ക്വാളിറ്റി എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് കണ്ണനോട് ചോദിക്കും. ഓക്കെ, അങ്ങനെ റേഡിയോയിൽ ഇരുന്ന കാലഘട്ടത്തിലാണെങ്കിലും സംസാരിക്കണം എന്നല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് ഇയാൾ വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടാവല്ലോ, അങ്ങനെയുള്ള ആഗ്രഹം ആരായിരുന്നു? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓഫ്കോഴ്സ് എല്ലാ ആർട്ടിസ്റ്റുകളെയും ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. ലാലേട്ടനെ ഇന്റർവ്യൂ ചെയ്യണം തോന്നിയിട്ടുണ്ട്, മമ്മൂക്കി ഇന്റർവ്യൂ ചെയ്യണം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. ജയറാമേട്ടൻ അന്ന് വന്നിട്ടില്ല. ജയറാമേട്ടനെ പക്ഷെ എനിക്ക് അറിയാമായിരുന്നു. ജയറാമേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആലോചിക്കുമ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു. കാര്യം ചെറുതിലെ പോലെ കണ്ടിട്ടുള്ള ഒരാളല്ല. ഇനി എന്ത് ചോദിക്കാൻ ഒരു ഭയങ്കര ജയറാമേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഇനോഗ്രേഷൻ വന്ന സമയത്ത് ഞങ്ങൾ പ്രിൻസിപ്പൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വിമൻസ് കോളേജാണ്, മാർത്തോമ വിമൻസ് കോളേജ്, പെരുമ്പാവൂർ. അപ്പം എന്നോട് ഞാനിങ്ങനെ കാല് പിടിച്ചു, സാറ് സാറ് പറയും ഒറ്റ ആക്ടേഴ്സിനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല കോളേജിൽ. ഞാൻ പറഞ്ഞു, സാറ് പ്ലീസ്, ഇങ്ങനെ ഞാൻ ഇലക്ഷന് നിന്ന സമയത്ത് പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു ആക്ടറിനെ കൊണ്ടുവരാം. അങ്ങനെയാണ് ഞാൻ ജയിച്ചത്. അതായിരുന്നു പ്രോമിസ്, അതായിരുന്നു ജയിച്ചത്. അങ്ങനെ വാഗ്ദാനം അതായിരുന്നു. അപ്പം അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് കാല് പിടിച്ചിട്ടാണ് ജയറാം. അപ്പോൾ ജയറാം സാറ് പറഞ്ഞു, അന്ന് ഇവരുടെ കല്യാണം ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയമാണ്. പാർവതി ജയറാം കല്യാണം കഴിക്കുമോ, ജയറാം പാർവതി കല്യാണം കഴിക്കും. അപ്പോൾ സാർ എന്നോട് ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടോക്കായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ശരി സാർ, അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ജയറാമേട്ടൻ വന്നു. മഞ്ജു അവിടെ പഠിക്കുന്നുണ്ട് ഓൾറെഡി, ജയറാമേട്ടൻ സിസ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പം വന്നിട്ട് ആദ്യം മയക്കെടുത്ത് ജയറാമേട്ടൻ പറഞ്ഞു, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ പാർവതിയെ കല്യാണം കഴിക്കുമെന്നല്ലേ എന്ന് പറയില്ല, ഞാൻ കസേരയുടെ അടിയിലേക്ക് പോയി സാർ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഭൂമി വിളർന്ന് താഴോട്ട് പോയിരുന്നെങ്കിൽ. സോ അങ്ങനെ ആ ഒരു വൈബ്. അപ്പം പിള്ളേർ ഭയങ്കര ക്ലാപ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് ഭയങ്കര കംഫർട്ടബിളായി. അല്ല, അതായിരുന്നു ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത്. കറക്റ്റ് ആയിട്ട് എങ്ങനെ അത് ഇപ്പൊ കണ്ടപ്പോൾ ചോദിക്കായിരുന്നില്ലേ, കറക്റ്റ് ആയിട്ട് എങ്ങനെ അത് തന്നെ ചോദിച്ചു. ജയറാമേട്ടൻ പക്ഷെ ചിലപ്പോൾ അവരൊക്കെ എത്ര ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നതാ, അതുകൊണ്ട് ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളെ പോലെയുള്ള കോളേജിൽ പഠിക്കുമ്പം ഒരു ആക്ടർ വന്നു, അവരെന്ത് സംസാരിച്ചു എന്നുള്ളത് നമുക്ക് ഭയങ്കര കൗതുകത്തോടെ ഓരോ വരികളും ഓർത്തോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ അത് ഞാനിങ്ങനെ ആക്ച്വലി ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമ കണ്ടിട്ടുള്ള സുന്ദരന്മാരിൽ സുന്ദരനാണ് ജയറാമേട്ടൻ. എന്ത് ഭംഗി, അതായത് ശരിക്ക് മറ്റേ ഇന്നലെയുടെ സമയം, ആ സമയത്തൊക്കെയുള്ള ജയറാമേട്ടൻ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ. നിങ്ങളുടെ കോളേജ് സമയത്ത്, ആ സമയത്ത് ഹി വാസ് ദാറ്റ് യങ്, ആ ലുക്കിൽ നിൽക്കുന്ന സമയമാണല്ലോ. കോളേജുകളിൽ ജയറാം എന്ന ആളെ പറ്റിയുള്ള ഭയങ്കര ഫാൻസ് ആയിരുന്നു ജയറാമേട്ടൻ. ഭയങ്കര എന്ന് വെച്ചാൽ ഒരു കാമുകൻ ലുക്ക് എന്ന് പറയുന്നത് ആ കാലത്ത് ജയറാമേട്ടനായിരുന്നു. അന്ന് ആ സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമകളല്ലേ. അപ്പം അതെല്ലാം കണ്ട് എനിക്കിപ്പോഴും ആ കോളേജിൽ ജയറാമേട്ടൻ വന്നപ്പോൾ ഒരു ആരവം ഉണ്ടല്ലോ, കുട്ടികളുടെ ഒരു ആരവം, ഇങ്ങനെ സാറിനെ പേടിച്ച് ഞാനിങ്ങനെ പുറകെ പോകുമ്പോൾ അതിങ്ങനെ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അത്ര ഫാൻസ് ആയിരുന്നു ജയറാമേട്ടൻ ഉണ്ടായിരുന്നത്. പിന്നെ ജയറാമേട്ടൻ കാണാനും ഭയങ്കര സിനിമയിൽ കാണുന്നതിനെ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഭയങ്കര ഹാൻസം ആയിരുന്നു ജയറാമേട്ടൻ. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ അഭിമാനം പെരുമ്പാവൂർ. ഇപ്പോഴും ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വികാരം, ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. നമ്മുടെ ആളാട്ടോ. അത് മാത്രമല്ല, ഇപ്പോഴും നമുക്ക് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ
എനിക്ക് മാത്രമല്ല ജയറാമേട്ടനും അതിന്റെ ഒരു നാടിന്റെ ഒരു സന്തോഷം. അത് ഈ അടുത്ത് ജയറാമേട്ടനും കാളിദാസും കൂടി ഇരിക്കുന്ന ഏതൊരു ഇന്റർവ്യൂല് കാളി തന്നെ പറയുന്നുണ്ടായിരുന്നു, എവിടെ പോയാലും എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ പെരുമ്പാവൂര് ബോയ്സ് സ്കൂളില് ഈ കഥയാണ് ഫുള്ള്. പെരുമ്പാവൂര് വിട്ടിട്ട് ഒരു കളി. പെരുമ്പാവൂർ ബോയ്സ് സ്കൂള് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആശാ മറ്റേ ഗംഗാരി സാറ് ഇവര് പറയുമ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ട് എല്ലാം. ശരിയാണ്, സത്യം. ഇനിയിപ്പോ ആശകളായിരത്തിൽ നിന്ന് ഞാൻ ഓഫ് കോഴ്സ് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. ദൃശ്യം 3 ഞാൻ ജിത്തു സാറിനെ കണ്ടപ്പോൾ ചോദിച്ചു. ജിത്തു സാർ പറഞ്ഞു ഇതിൽ അങ്ങനെ ട്വിസ്റ്റ് ഒന്നുമില്ല, ക്രൈം ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ പിന്നെ ട്വിസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ പോകും? പറഞ്ഞു അത്രേ ഉള്ളൂ, അല്ലാണ്ട് ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ദൃശ്യം 3 ഒരു വേറെ സാധനമാണെന്ന്. എന്ത് പറയുന്നു താങ്കൾക്ക്? ഇതിലെങ്കിലും ജസ്റ്റിസ് കിട്ടുമോ? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ജിത്തു സാറ് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാത്തിരിക്കൂ April 2 വരെ. How excited are you guys? Very much. ദൃശ്യം ഇറങ്ങിയിട്ടേ ഞങ്ങളൊക്കെ കുറച്ച് ഉള്ളൂ, പക്ഷെ ഉണ്ടെങ്കിലും നമ്മളുടെ ഒരു സിനിമ ഒരു 3-ലെത്തുന്നതിന്റെ ഒരു സത്യം സന്തോഷം മോർ ദാൻ എനിത്തിങ്. ഞാനും ദൃശ്യത്തെ കാണുന്നത് ഒരു പ്രേക്ഷകയായിട്ടാണ്. അങ്ങനെയാണ് ആ സിനിമ കാണുന്നത്. അതൊരു പിന്നെ ലോകത്തെ എവിടെ ചെന്നാലും ദൃശ്യത്തിനെ പറ്റി പറയുമ്പോൾ ത്രീ ഈസ് കമ്മിങ് നോ വാട്ട് ഇസ് ഹാപ്പനിങ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറ്റു ഭാഷകൾ അഭിനയിക്കാൻ ചെല്ലുമ്പോഴും അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷം സംതിങ് ഡിഫറെന്റ്. ഇത് ദൃശ്യം ഇറങ്ങുമ്പോഴല്ലോ ഇപ്പൊ അതായത് എനിക്ക് തോന്നുന്നു അങ്ങനെ വേറെ സിനിമകൾ വന്നല്ലോ. ഇപ്പൊ 1 ഇറങ്ങി, 2 ഇറങ്ങി, 3 ഇറങ്ങണം. 1ഉം 2ഉം ഒരേപോലെ നന്നായി വന്നു. ഇനി 3ന് നമുക്ക് ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ദൃശ്യം 1ന്റെ അതായത് ഫസ്റ്റത്തെ ദൃശ്യം ரொம்ப സക്സസ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നാണല്ലോ. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല, ഇത് വിചാരിച്ചതിന്റെ ഒക്കെ മുകളിലാണെന്ന്. അത് എപ്പോഴായിരുന്നു, എപ്പോഴത് മനസ്സിലാവുന്നത്? ഈ ദൃശ്യത്തിലെ കഥാപാത്രം ഇത്രയും ഒരു പവർഫുൾ അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രോമിനന്റ് അതൊന്നും മനസ്സിലായിരുന്നില്ല. സാറ് പറയണു, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു എങ്ങനെ അത് ക്യാരി ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. ആക്ച്വലി അവർ പറയുന്നു, ചെയ്യുന്നു. പോലീസ് കോസ്റ്റ്യൂം ഇടുന്നു, അതിന്റെ പേടിയുണ്ട്. പോലീസ് കോസ്റ്റ്യൂം ഇടുന്നതിന്റെ ടെൻഷനുണ്ട്. പിന്നെ കഥാപാത്രം അങ്ങ് അവർ പറയുന്ന രീതിയിൽ കൺസീവ് ചെയ്യാൻ ചെയ്യുന്നു എന്നല്ലാതെ ഇത്രയും വലിയൊരു സിനിമയാണ്, അതിന്റെ ഒരു ഭാഗമാണെന്നൊന്നും അങ്ങനെയൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല. പിന്നീടാണ് മറ്റു ഭാഷകൾ വരുമ്പോഴൊക്കെയാണ് അയ്യോ, പിന്നെ നമുക്ക് പേടി വരാൻ തുടങ്ങും. ഇതൊക്കെ ആലോചിച്ച് നമുക്ക് പേടി വരാൻ തുടങ്ങും. പിന്നീടാണ് സെക്കൻഡൊക്കെ വന്നേ പിന്നെയാണ് ആ സീനിയർ നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും ഓക്കെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളത് പറയുന്നത്. മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോഴും കന്നഡമൊക്കെ അഭിനയിക്കുമ്പോഴും ഇതിന്റെ റെഫറൻസ് എടുക്കുമല്ലോ, സെയിം സ്ക്രിപ്റ്റ് ആണല്ലോ. അപ്പൊ അതിങ്ങനെ കാണുമ്പോഴൊക്കെയാണ് ഓക്കെ എന്ന് തോന്നുന്ന ഒരു മഹാഭാഗ്യമാണല്ലോ എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയുന്നത്. സത്യമല്ലേ, എത്ര സിനിമകൾ ചെയ്താലും അതവിടെ ഫിലിമോഗ്രഫിയിൽ നല്ല ബോൾഡ് ആയിട്ട് തന്നെ കിടക്കുന്നുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു റാപ്പിഡ് ഫയർ പോലെ ചോദിക്കുകയാണെങ്കിൽ, ഒരു സിനിമ വരുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടിട്ടില്ല, somebody you getting a call saying ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, മാം ഇന്ന അയാൾ കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ഒന്നും കേൾക്കാതെ, അതായത് സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കാതെ യു ആർ സേയിങ് യെസ്, ദ റീസൺ ബീങ് എന്തായിരിക്കും അതിനൊരു റീസൺ? അങ്ങനെ ചെയ്തൊരു സിനിമയുണ്ട് ഓൾറെഡി. ഡ്രാമ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. ലാലേട്ടനാണ് നായകൻ, രഞ്ജിത്തേട്ടനാണ് സംവിധായകൻ. UK ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ഓർമ്മയില്ല, ഒരു ഡെഡ് ബോഡി ഒക്കെ ഉള്ള കണ്ടിട്ടുണ്ടാവും. കുറച്ച് പഴയ സിനിമ. പക്ഷേ ഈ ഡ്രാമ എന്നുള്ള പേര് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അല്ല, അതെന്താന്ന് വെച്ചാൽ അത് ഒരു കോൾ ഇങ്ങനെ വന്ന്, രഞ്ജിത്തേട്ടൻ്റെ കോള് UK വന്നിട്ട് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു റോളാണ്, ആശ വരൂ എന്ന് ഉള്ളത്. ലാലേട്ടൻ്റെയും രഞ്ജിത്തേട്ടൻ്റെയും ഒരു കോളിൽ പോയി ചെയ്ത സിനിമയാണത്. കഥ വെച്ചാൽ എന്താ കഥാപാത്രം ലാലേട്ടൻ്റെ പേരാണ്. ഒരു വരൂ എന്ന് പറഞ്ഞപ്പോൾ അത് അവർ ഓൾറെഡി ഷൂട്ടിംഗ് തുടങ്ങി പകുതിയായൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. എനിക്ക് പകരം അഭിനയിക്കാനിരുന്ന ആൾക്ക് അഭിനയിക്കാൻ പറ്റാതെ വരികയും പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നിട്ട് പെട്ടെന്ന് വിളിച്ച ഒരു നിമിഷത്തിൽ ഞാൻ ഓടിപ്പോയി ചെയ്തത്. അങ്ങനെ ഒരു സിനിമ മാത്രമാണ്. ടോട്ടൽ ഇപ്പം സ്ക്രിപ്റ്റ്, കഥ എന്താ, കഥാപാത്രം എന്താണെന്നൊന്നും അറിയാണ്ട് ആ ഒരു വിളിച്ച ആള് രഞ്ജിത്തേട്ടനാണ്, ഓഫ്കോഴ്സ് ലാലേട്ടനും കൂടിയാണ്. അങ്ങനെ വിളിച്ച് ചെയ്തൊരു സിനിമയാണ്. ആ കോള് വരുന്ന ഒരു ഡയറക്ടറിൽ നിന്നായിരിക്കും എനിക്ക് കഥയൊന്നും കേൾക്കണ്ടെന്ന് പറയാതെ ഏത് ഡയറക്ടർ ആയിരിക്കും? ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ അങ്ങനെ 2-3 ഡയറക്ടേഴ്സിന് എനിക്ക് ഭയങ്കര ആരാധനയുള്ള 2-3 ഡയറക്ടേഴ്സ്, ഭയങ്കര ആരാധനയുള്ള. ഓഫ്കോഴ്സ് ജോഷി സാറ്, സാറിന്റെ 1-2 സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സാറിന് ഭയങ്കര ഫാനാണ്. ജയരാജ് സാറ്, സാറിന്റെ സിനിമയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ. ഭയാനകം പോലത്തെ സിനിമകളൊക്കെ എനിക്ക് സമ്മാനിച്ചിട്ടുള്ള അതെ, ജയരാജ് സാർ വിളിച്ചാൽ തീർച്ചയായിട്ടും കഥാപാത്രം എന്താണെന്ന്, ഇങ്ങനൊരു സിനിമയുണ്ട്, ഇങ്ങനൊരു റോളാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാറാണ്. സത്യൻ അന്തിക്കാട് സാറിൻ്റെ സിനിമകൾ ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള സംവിധായകനാണ്.
സാറിൻ്റെ ഒരു കോൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെയുള്ള ചില ഡയറക്ടേഴ്സ്. ഓക്കെ, അടുത്ത റാപ്പിഡ് ഫയറിലെ ക്വസ്റ്റ്യൻ. നമ്മൾ ആശേച്ചിനെ കാണുമ്പോൾ, അതായത് ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ തൊട്ട് ആശേച്ചി ഇതേ മോഡാണ്. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഇവിടുന്ന് അയ്യോ അയ്യായേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സീനില് ഈ ഓൾവേസ് സ്മൈലിംഗ് ആയിട്ടുള്ള ആശ ചേച്ചീനെ ഇൻസ്റ്റന്റ് ആയിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരാളാണ്. ഉഡായിപ്പ് കാണിക്കരുത്. ഉഡായിപ്പ് കാണിക്കുക, കറക്റ്റ് ആ വാക്ക്. ഉഡായിപ്പ് കാണിച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനായിരിക്കും ചിലപ്പോൾ അമ്മു പങ്കുവിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഞാൻ ഉണ്ടാക്കാം. ഒപ്പിക്കൽ പരിപാടിയില്ലേ, നമുക്ക് അത് വലിയ എങ്ങനെയും ചെയ്ത് ഒപ്പിക്കുന്ന പരിപാടി പറ്റില്ല. അത് പറ്റില്ല. അത് എല്ലാ കാര്യത്തിലും, എന്ത് കാര്യത്തിലാണെങ്കിലും, ഒരു വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടി ചെയ്യുന്ന കാര്യം 100% ഫുൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അതെനിക്ക് വലിയ ഒരു പെർഫെക്ഷന്റെ പ്രഷർ ഉണ്ടോ? എല്ലാം പെർഫെക്റ്റ്. ഞാൻ ഭയങ്കര വൃത്തി അങ്ങനത്തെ പ്രശ്നമല്ല, OCD അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണം എന്ന്, പൂർണ്ണതയോടുകൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഒപ്പിച്ചു, പകുതി ചെയ്തു, പിന്നെ നാളെ ചെയ്യാം, പിന്നെ അത് വിട്ടാളാ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ട്. അതെന്നെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അതിനൊരു പ്രഷർ ഉണ്ടോ? ഈ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പെർഫെക്ഷന്റെ ഒരു പ്രഷർ വരില്ല. പെർഫെക്ഷൻ ചെയ്ത് തീർക്കാൻ ഒന്നുമില്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്ന അമ്മ ചോദിക്കുന്ന ഒരു പണിയില്ലേ എന്ന് ചോദിക്കും. നിനക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്നിരിക്കുമ്പോൾ നീ കബോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീട് ക്ലീൻ ചെയ്യാം. അപ്പൊ അമ്മ പറയും നാളെ ആശ ഇവിടെ ഉണ്ട്, ഈശ്വരൻ ഇനി എന്തൊക്കെ വലിച്ചു വാരിയിട്ട് കളയും. അങ്ങനത്തെ ഒരു പ്രശ്നമല്ലത്. അങ്ങനെ ഉള്ളൊരു പെർഫെക്ഷനിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്നത് 100% ചെയ്യണമെന്ന് ആഗ്രഹം. അതല്ലാണ്ട് എൻ്റെ ചുറ്റുമുള്ളവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. ഓഫീസിലാണെങ്കിലും അങ്ങനെയാണ്. സ്കൂളിലത്തെ അഡ്മിനിസ്ട്രേഷൻ, ടീച്ചിങ് ജോലിയിലാണെങ്കിലും ടീച്ചേഴ്സൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പഠിപ്പിച്ച് ഒരു കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. പഠിപ്പിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പോവലല്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സപ്പോസ് ഒരു ടീച്ചർ ഇപ്പോൾ ഒരു ജോലി വിട്ടു എന്ന് വിചാരിക്കും. അതൊക്കെ എന്നെ കുറച്ച് വിഷമിപ്പിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ജോലി വിട്ടൊരു ടീച്ചർ പോകുന്നത് കുട്ടിയുടെ തെറ്റല്ല. ഒരു ടീച്ചർ റിസൈൻ ചെയ്ത് പോകുന്നത് ആ ടീച്ചറിന്റെ പ്രോബ്ലമാണ്. ഇപ്പം ഞാൻ റിസൈൻ ചെയ്യണമെന്ന് ഇറ്റ് ഇസ് മൈ പ്രോബ്ലം, ഇറ്റ് ഇസ് നോട്ട് സ്റ്റുഡൻസ് പ്രോബ്ലം അല്ല. ആ കുട്ടി പഠിച്ചിട്ടുള്ള സിലബസ് ആ കുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടി ഒരു 5 ഐറ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റത്തിന്റെ റെക്കോർഡിങ്സും അതിന്റെ വരികളും ഒക്കെ കുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാൻ ടീച്ചർ ബാധ്യസ്ഥയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഒപ്പിച്ചു പോകും. അതൊക്കെ എന്നെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഓക്കെ, പെർഫോമൻസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ടു പെർഫോം ഒരു സെലിബ്രിറ്റിയുടെ ലൈഫ് ഓൺ സ്റ്റേജ്, ഭരതനാട്യം പെർഫോമൻസ്. ആരായിരിക്കും ആ സെലിബ്രിറ്റി? അങ്ങനെ ആലോചിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം എടുത്തിട്ട് ഞാൻ പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പൊ കൽക്കട്ടയിൽ ഡോക്ടറിനെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയല്ലോ, അത് അവരുടെ അമ്മയുടെ പെർസ്പെക്റ്റീവ്, മകളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഉത്തര കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു സെലിബ്രിറ്റി സെർച്ച് ചെയ്യേണ്ടി വരും. എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട്, സക്സസ്ഫുൾ ആയവരും അല്ലാണ്ട് ഇത് പ്രതീക്ഷിച്ച്. പക്ഷെ നമ്മൾ ഈ കഥ കേട്ടിട്ട് ഇങ്ങനെ ഓ മാൻ ഇത് കുറേ ഉണ്ടല്ലോ, ശരിക്കും ഒരു സിനിമ പോലെയാണല്ലോ സ്റ്റോറി എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് അത് സിനിമയായിട്ട് വന്നു. അതിനുശേഷമാണ് സാവിത്രി അമ്മയുടെ സിനിമ ചെയ്തതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും റിയാലിറ്റി ആയിട്ട് നമുക്ക് കൊറിയോഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് സ്ത്രീകളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊന്നും ഇല്ല കേട്ടോ. ഏത് കഥാപാത്രമാണെങ്കിലും നമുക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഒരു തെറ്റ് ചെയ്ത ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ഇതുപോലെ ആവരുത് എന്നുള്ളത്. അതെ, ട്രൂ. അങ്ങനെ ചെയ്യാം. അങ്ങനെ പെട്ടെന്നൊരു അങ്ങനെ കാര്യം ആലോചിച്ചിട്ടില്ല. വെരി സൂൺ ആലോചിക്കാം, വേഗം ആലോചിക്കാം. അടുത്ത തീമായി അതിന്റെ താഴ്ത്തി വെക്കോ എന്റെ പേര്? എന്തോ വെക്കും, ഡെഡിക്കേറ്റഡ് ടു മഞ്ജു. ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഈ നമ്മളൊരു ആക്ടർ ആക്ട് ചെയ്യുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഇമോഷൻസ് എടുക്കും, നമുക്ക് അതിന്റെ ഒരു പെയിനൊക്കെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമല്ലോ. ഒരു ഡാൻസറിന് അങ്ങനെ ഉണ്ടാവോ? ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റോറീസ് ഒക്കെ നമ്മൾ അത്ര സിമ്പിൾ സ്റ്റോറീസ് അല്ലല്ലോ. ഇപ്പൊ ഉത്തരയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഇതൊക്കെ നമ്മൾ ഹെവി ഹാർട്ടഡ് ആയിട്ടല്ലേ ചെയ്യുന്നത്. ഒരു ഡാൻസറിന് ആ പ്രശ്നം ഉണ്ടാവും ഈവൻ ആഫ്റ്റർ ദി പെർഫോമൻസ്? ഈ ഇതിങ്ങനെ ഉള്ളിൽ കിടന്നിട്ടൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് വെൻ യു ആർ എ സ്ത്രീ? ഭയങ്കരമായിട്ടുണ്ടാവും. അതൊരു കുറേ നേരത്തേക്ക് നിൽക്കുമോ എന്നില്ല, പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ ആ ഇമോഷൻ മുഴുവൻ നമ്മൾ ആ ഉള്ളിലേക്ക് എടുത്തിട്ടാണ്. ഇപ്പം ഈ മകളെ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ ഒരു ശ്വാസം പിടിച്ചിട്ടാണ്. വേദനിക്കുന്നു, കരയുന്നു. അത് സിറ്റുവേഷൻ നമ്മൾ ശരിക്കും നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കും. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മളെ ബാധിക്കാറുണ്ട്. ഉള്ളിൽ ആ ഹെവിനെസ് നമുക്കിങ്ങനെ ഉള്ളിൽ കിടക്കും അങ്ങനത്തെ ഹെവി ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. ഈ അയ്യപ്പന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ചേച്ചി അയ്യപ്പാന്നിങ്ങനെ വിളിക്കുന്നത് അതിങ്ങനെ റീൽ ഒരുപാട് ഓടിയായിരുന്നു. ലിറ്ററലി അവിടെ അയ്യപ്പനെ കണ്ടു എന്ന് പറയുന്നവരാണ് ഒരു മെജോറിറ്റി ആളുകൾ. വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ടൈം? ഈ അയ്യപ്പസ്വാമിയുടേതും
പത്രത്തിൽ വന്ന ആ ശബ്ദത്തിൽ വിളിക്കുന്നത് ഒരു ഭരതനാട്യം പദം ചെയ്തിട്ട് നമ്മൾ അയ്യപ്പ എന്ന് വിളിക്കുന്നതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ നൃത്തത്തിൽ, ഭരതനാട്യത്തിൽ ഓരോരോ നൃത്ത രൂപങ്ങൾക്ക് ഓരോരോ ചിട്ടകളാണ്. അല്ല, ഭരതനാട്യത്തിൽ നമ്മൾ ശബ്ദത്തിലൂടെ സംസാരിക്കുന്ന ഒരു രീതിയില്ല. കുച്ചിപ്പുടിയിലുണ്ട്, ഭരതനാട്യത്തിലില്ല. പക്ഷെ ഒരു ഭരതനാട്യം ശൈലിയിലുള്ള പദമാണ് ഞാൻ അത് ചെയ്തത്. അതിന്റെ കഥ എന്താന്ന് വെച്ചാൽ, ഒരു അയ്യപ്പസ്വാമി ഭക്തനായിട്ടുള്ള ഒരു കുട്ടി, അതായത് സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കുഞ്ഞ്. ആ കുഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറയും, 41 ദിവസം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചാൽ, കെട്ട് നിറച്ച് അയ്യപ്പസ്വാമിയെ പോയി 18 പടി ചവിട്ടി മുമ്പിൽ പോയ മോന് പ്രാർത്ഥിച്ചാൽ മോന് സംസാരിക്കാൻ പറ്റും എന്ന് പറയും. നമ്മൾ കുട്ടികളോട് പറയില്ല, അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കുട്ടി അത് വിശ്വസിക്കും. നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് വിശ്വസിക്കും. അതുപോലെ ഈ കുട്ടി അത് വിശ്വസിച്ച് 41 ദിവസം ഭജനം ഇരുന്ന്, കറുത്ത വസ്ത്രം ധരിച്ച്, ചെരുപ്പില്ലാതെ, കെട്ട് നിറച്ച് 18 പടി. ഇത് പത്രത്തിൽ വന്ന ഒരാൾക്ക് അവിടെ ചെന്നപ്പോൾ സംസാരിക്കാൻ പറ്റി എന്നുള്ള ഒരു മാറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കിയത് മാത്രം. ഞാൻ പത്രത്തിൽ വായിച്ചത് സംസാരശേഷി ഇല്ലാത്ത ഒരാൾ മലയിൽ ചെന്നപ്പോൾ 18 പടി ചവിട്ടി, ആ ഒരു അന്തരീക്ഷത്തിൽ, എല്ലാവരും ശരണം വിളിക്കുന്ന അന്തരീക്ഷത്തിൽ എല്ലാവരും വിളിക്കുന്നത് കേട്ടപ്പോൾ അറിയാതെ സ്വാമിയെ എന്ന് വിളിച്ചു പോയി എന്നാണ്. അത് ഞാൻ ചിന്തിച്ചൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി എന്ന് മാത്രം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി. അങ്ങനെ മുകളിൽ പോയി 18 പടി എല്ലാവരും ശരണം വിളിച്ചപ്പോൾ സംസാരശേഷിയില്ലാത്ത ഒരാൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ അത് കളിച്ചപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു നർത്തകി, ആ സമയത്ത് നമ്മൾ അയ്യപ്പസ്വാമിയെ കാണും കളിക്കുമ്പോൾ, നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര അയ്യപ്പ ഭക്തിയാണ്. ഞാൻ അയ്യപ്പസ്വാമിയുടെ നടയിലാണ് എൻ്റെയും ജയറാമേട്ടൻ്റെ ഒക്കെ വീട്. ഞങ്ങളുടെ അയ്യപ്പസ്വാമിയുടെ അമ്പലം ഞങ്ങളുടെയൊക്കെ ഒരു ഭയങ്കര വികാരമാണ്. അയ്യപ്പസ്വാമി ഞങ്ങളുടെ സ്വന്തം എന്ന് തോന്നുന്നത്. അയ്യപ്പസ്വാമി നമ്മുടെ അയ്യപ്പൻ്റെ, അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആരോ ആണെന്നുള്ളതാണ് അയ്യപ്പസ്വാമിയുടെ അമ്പലം. ഞാൻ എൻ്റെ മാത്രമല്ല, എല്ലാ പെരുമ്പാവൂരുകാരുടെയും എല്ലാ വർഷവും ഞാൻ അത് കളിച്ചത് ആ അമ്പലത്തിലാണ്. അത് മാത്രമല്ല, ഞാൻ പെരുമ്പാവൂരെ കളിച്ചതാണ് ഇപ്പൊ ഈ വൈറലായിട്ടുള്ള ഒരു. അത് ശരിക്കും അവിടെ നിന്ന് ഞാൻ അയ്യപ്പനെ വിളിക്കുമ്പോൾ, ഞാൻ ഈ 18 പടി നിൽക്കുമ്പോൾ എനിക്ക് ശബ്ദത്തിലൂടെ സംസാരിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും അപ്പൊ വാഗൊണ്ട് കാണിക്കുന്നില്ല, അറിയാതെ നമ്മൾ അയ്യപ്പാന്ന് വിളിച്ചു പോകുന്നതാണ്. അതാണ് ആ കണ്ടത്. അങ്ങനെയും കുറെ കമന്റ് ഉണ്ടായിരുന്നു, കാരണം ഭരതനാട്യത്തിൽ ഇങ്ങനെ ഇല്ല എന്നുള്ളത്. ഒരു ഇറ്റ്സ് നോട്ട് ഒരു നമ്മൾ അഭിനയിച്ച് അങ്ങനെയല്ല. അത് ആ കോൺസെപ്റ്റ് നമ്മൾ നൃത്തത്തിൽ ചെയ്യുന്ന ആ എന്തിനെ കുറിച്ചിട്ടാണോ ചെയ്ത് ആ കഥ അറിഞ്ഞാലേ ചിലപ്പോൾ അത് മനസ്സിലാവും. നമ്മൾ അറിയാതെ ശരിക്കും അയ്യപ്പാന്ന് മനസ്സ് കണ്ണിൽ വിളിച്ചാൽ മതി, പക്ഷെ നമ്മൾ അറിയാണ്ട് നമ്മൾ വിളിച്ചു പോകും. അത് ഒരു ഉള്ളിൽ നമ്മൾ അത് കാണുമ്പഴേ വിളിച്ചു പോകുന്നതാണ്. അത് ആരും വിളിച്ചു പോകുന്നു, പ്രത്യേകിച്ച് അത് ഭക്തിയിലൂടെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. യു കുഡ് റീലിവ് 2 days in your life. 2 ദിവസം അങ്ങനെ ഒരു ചാൻസ് കിട്ടാന്നായിരിക്കും. ഒരു ഷൂട്ടിംഗ് ദിവസം, അത് ഏത് സിനിമ, ഏത് ദിവസം ആൻഡ് വൈ? ആൻഡ് ഒരു പെർഫോമൻസ് ഡേ, അത് ഏത് പെർഫോമൻസ് ആൻഡ് വൈ? വെരി കൺഫ്യൂസ്. ഭയങ്കര ചോദ്യമാണ്. കുറെ റിസർച്ച് ചെയ്തൊന്നും ഉണ്ടല്ലോ മഞ്ജു ഇതൊക്കെ ചോദിക്കാൻ. അങ്ങനെ ഒരു സിനിമ എന്നല്ല മോളെ, എല്ലാ സിനിമകളിലെയും ഏതെങ്കിലും ഒക്കെ സീൻസ് നമുക്ക് ഒന്നുകൂടെ ചെയ്യാൻ തോന്നും. ഏത് സീനല്ല പെട്ടെന്ന് ഞാനിപ്പോ ചോദിക്കുമ്പോ എനിക്ക് ദൃശ്യത്തിലെ പല സീൻസും ഒന്നുകൂടെ ചെയ്താൽ കൊള്ളാന്നൊക്കെ തോന്നും ചിലപ്പോൾ. ദേഷ്യപ്പെടുന്ന സീൻസ്, അങ്ങനെയൊക്കെ ചില സീൻസ് ആയി ഒന്നുകൂടെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ദൃശ്യത്തിൽ മാത്രമല്ല, എല്ലാ ചിത്രങ്ങളിലും അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെ തോന്നും. ഇത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നില്ല. എനിക്ക് എന്റെ സിനിമ തന്നെ കാണുമ്പോൾ ഒരു ചളിപ്പുണ്ടാവാറില്ല. തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ കൂടി നമുക്ക് ഈശ്വര ഈ സീൻ എന്താ ഇങ്ങനെ ചെയ്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചളിപ്പുണ്ട്. അത് മാത്രമല്ല, പെർഫോമൻസ് കാണുമ്പോഴും ഒക്കെ എനിക്ക് എന്റെ തന്നെ വീണ്ടും കാണാനൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. വീണ്ടും ഞാൻ ചെയ്ത സിനിമ കാണാം, വീണ്ടും ഞാൻ കണ്ട പെർഫോമൻസ് കാണാം. സ്റ്റേജും അതുപോലെ തന്നെയാണ്. സ്റ്റേജും നമുക്ക് ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോഴും നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് പോരായിരുന്നു എന്നൊക്കെ എപ്പോഴും തോന്നും. Okay, I get that. I have manifested this എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു കാര്യം, അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഞാൻ ആശിച്ച് നേടിയെടുത്തതാണിത്, അല്ലെങ്കിൽ ഐ ഹവ് മാനിഫെസ്റ്റ്, ഞാൻ ഇതിന്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം? അല്ല, നമുക്ക് പിന്നെ ഓരോ കാലത്ത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളായിരിക്കും, ഇന്ന സ്ഥലത്ത് ഇന്നത് പഠിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ന വേദി കിട്ടണമെന്നായിരിക്കും. പെർഫോമൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം എന്നായിരിക്കും. അങ്ങനെ പല ഓരോ കാലഘട്ടത്തിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഏറ്റവും റീസെന്റ് ഒരെണ്ണം ആലോചിച്ച് നോക്ക്. ഏറ്റവും റീസെന്റ് നമുക്ക് അത് ഭയങ്കര കൺമുമ്പിൽ കണ്ടത് പങ്കുവിൻ്റെ കല്യാണം.
ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. ആ ദിവസം ഞാൻ കുറെ കാലം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. ആഗ്രഹിക്കലല്ല, അത് നമ്മൾ മനസ്സിൽ കാണുമല്ലോ, ഇങ്ങനെയായിരിക്കും എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ കാര്യമാണെങ്കിൽ അതാണ്. പക്ഷെ ഭയങ്കര രസമായിരിക്കും അല്ലേ? മോളൊക്കെ ഇങ്ങനെ കൈയും കാലൊക്കെ വേനെടുക്കാതെ ആലോചിക്കും, ആ നിപ്പും ആ ബഹളവും ഒക്കെ ആലോചിക്കും. തിരക്കും തിരക്കും കുറേ ദിവസത്തെ പരിപാടി ആയിരുന്നില്ലേ അത്? ഓ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഇല്ലേ? ഒരെണ്ണം കൂടെ ആലോചിക്കുമ്പോ ഇപ്പൊ ആസ് എ പാരന്റ്, അതായത് ഇപ്പത്തെ പാരന്റ്സും അങ്ങനെ ഒരുപാട് റൂളൊന്നും അങ്ങനെ ഇപ്പൊ അന്നാണെങ്കിലും നമ്മൾ ഗദ്ദയുടെ സമയത്ത് സംസാരിക്കുമ്പോഴും പങ്കു പറഞ്ഞ അമ്മ അങ്ങനെ ഭയങ്കര നിയമങ്ങളൊന്നും വെക്കുന്ന ഒരു അമ്മയൊന്നും അല്ല എന്ന്. ബട്ട് സ്റ്റിൽ കുറച്ച് ബേസിക് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും അവരോടും പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കാട്ടിക്കൂട്ടിലല്ലാണ്ട് ഡു ഇറ്റ് 100% എന്ന് പറയാറുണ്ട്. അത് റിലേഷൻഷിപ്സിന്റെ കാര്യത്തിലാണെങ്കിൽ, ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്തണം എന്നുള്ള കാര്യമാണെങ്കിലും, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, പ്രൊഫഷണലാണെങ്കിലും ഒക്കെ ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവരോട് പറയാറുള്ളൂ. അങ്ങനെ കാട്ടിക്കൂട്ടൽ, ഒപ്പിക്കൽ, അതിന് മാത്രമാണ് ഞാൻ അവരോട് ഡു ദാറ്റ് എന്ന് പറയാറുള്ളൂ. ബാക്കി അവരുടേതായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിനൊക്കെ ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ദേ നോ ഞങ്ങളുടെ ഒരു കാലത്തിനേക്കാളും ഒക്കെ അവർക്ക് അറിയാമെന്ന്. അവരിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായി. ആശകളായിരത്തിന് ഞങ്ങൾക്ക് ഭീകര എക്സ്പെക്ടേഷൻ ഞാൻ ആ പറഞ്ഞ പോലെ ഉണ്ട്. കാരണം നമുക്ക് തിയേറ്ററിൽ ചെന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലാണ്ട് സമാധാനമായി ചിരിച്ച് സന്തോഷമായിട്ട് കണ്ടിട്ട് പോരാൻ പറ്റുന്നൊരു സിനിമ ഫീൽ ഉണ്ട്. അതന്നെയല്ലേ ഞങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഫീല്? ഇതൊരു കുടുംബം, ഒരു കുടുംബത്തിൽ നാല് പേരാണല്ലോ. ആ 4 പേര് മിക്കവാറും ഇപ്പൊ കുടുംബങ്ങളിൽ 4ഉം 5ഉം പേരൊക്കെ. ഇവര് ഒരുമിക്കുമ്പം ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇവരുടെയൊക്കെ ഒരു സ്വപ്നങ്ങൾ, എത്രയൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ സ്വപ്നങ്ങൾ, ആ ആശയ്ക്ക് ഡാൻസർ അല്ല, അല്ലെങ്കിൽ അഭിനേത്രി അല്ല. അവരുടെ ലോകം എന്ന് പറയുന്നത് അടുക്കളയും ഈ ഭർത്താവും ഈ മോളും മോനും ഒക്കെയാണ്. അവരിൽ എന്താ സ്വപ്നങ്ങളുള്ളത്? ഹരിഹരൻ എന്തായിരിക്കും? ഹരിഹരൻ ഒരു സാധാരണ ജോലിക്കാരനാണ്, സാധാരണക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നങ്ങൾ എന്തായിരിക്കും? മോൻ്റെ എന്താ? ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് ആണ് രണ്ടുപേരും. ഇവരുടെ ഇത് എല്ലാം കൂടെ കോർത്തിണക്കുമ്പോൾ ഒരു കുടുംബം ഉണ്ടാവാണ് അല്ലേ? ഇങ്ങനത്തെ കുടുംബങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം എൻ്റെ സ്വപ്നങ്ങൾ ചോദിക്കാൻ എനിക്കൊരാളുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അല്ലേ? എൻ്റെ കൂടെയുള്ള ഭർത്താവോ അല്ലെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ എന്താണ് എൻ്റെ ഡ്രീംസ് എന്ന് ചോദിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവണം. അത് അച്ചീവ് ചെയ്യാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഒന്ന് കുതിച്ചുയരാൻ ഒരു പുഷ്, ഒന്ന് കുതിക്കണ്ടേ? അതിനൊരു ഒരാളുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സംതിങ്. ആ ആശകൾക്ക് ഉയരാൻ പറ്റും, 1000 ആവാൻ പറ്റും. 1000 100എങ്കിലും നമുക്ക് ആക്കാൻ പറ്റും മനസ്സിലെങ്കിലും. സോ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ അവിടുത്തെ ആ ആശയിൽ ഈ ആശയം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മഞ്ജു ഉണ്ടാവാം, അല്ലെങ്കിൽ അജീഷിൽ മറ്റൊരാളുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഷറഫ് ഗംഭീര കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളിൽ നമുക്കൊക്കെ അവരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫീൽ ഗുഡ്, നമുക്ക് ഈ പറഞ്ഞ ഒരു ഭയങ്കര സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമുക്ക് കുറച്ചു നേരം കണ്ടിരിക്കാൻ പറ്റുന്ന, നമുക്ക് മനസ്സിലൊരു പുഞ്ചിരിയോടുകൂടി കാണാൻ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. അങ്ങനെ ഒരു സിനിമയാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ആശകളായിരം. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു മഞ്ജു, ഭയങ്കര സന്തോഷം.